Theories of production. Production is a function of output. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഇൻ ഇക്കണോമിക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി, ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഫോർ എക്സാമ്പിൾ, ഇൻപുട്ട് എന്ന് പറയുന്നത് റോ കോട്ടൺ, ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഇപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് റോ കോട്ടൺ, ക്യാപിറ്റൽ, ലേബർ. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ക്ലോത്താണ്. അപ്പോൾ ദ ടേം പ്രൊഡക്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് പ്രൊഡക്ഷൻ ഓഫ് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസും ഗുഡ്സും സർവീസസിൻ്റെയും പ്രൊഡക്ഷനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദ സർവീസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എഞ്ചിനീയേഴ്സ്, അവരുടെ സർവീസാണ്. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് ദ നെയിം of the relation between physical input and physical output of a firm, or it is the functional relation between input and output under given state of technology. അപ്പോൾ Q ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് F1, F2, F3, Fn, അതാണ് ഇക്വേഷൻ. Q എന്ന് പറയുന്ന ഔട്ട്പുട്ടും F1, F2, F3 എന്ന് പറയുന്നത് ഇൻപുട്ടുമാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് ദ നെയിം ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ഇൻപുട്ട് ആൻഡ് ഫിസിക്കൽ ഔട്ട്പുട്ട് ഓഫ് എ ഫേം, ഓർ ഇറ്റ് ഈസ് എ ഫംഗ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് ഇസ് ഐസോകോണ്ട് or iso product curve. An isocont may be defined as the curve showing all the various combinations of two factors that can produce a given level of output. Isocont എന്ന് പറയുന്നത് എന്താണ്? അതൊരു കർവാണ്. അതിൽ കാണിക്കുന്നത് എന്താണ്? ഓൾ ദ വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഫാക്ടേഴ്സ്. ഓൾ ദ വേരിയസ് കോമ്പിനേഷൻ ഓഫ് രണ്ട് ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷനാണ് കാണിക്കുന്നത്. ദാറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഐസോകോൺ മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇത് തന്നെ ഇൻഡിഫറൻസ് മാപ്പ്, ഇൻഡിഫറൻസ് കർവ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. അപ്പോൾ അത് ഇൻഡിഫറൻസ് കർവിൽ രണ്ട് ഗുഡ്സാണ് കാണിക്കുന്നത്, ഇവിടെ രണ്ട് ഫാക്ടേഴ്സാണ് കാണിക്കുന്നത്. ഇൻഡിഫറൻസ് മാപ്പ് ഷോസ് എ സെറ്റ് ഓഫ് ഐസോ പ്രോഡക്റ്റ് കർവ്സ് ആൻഡ് ഈച്ച് ഐസോകോണ്ട് ഈസ് icon map represent a different level of output. A higher isocont shows higher level of output and a lower isocont represent a lower level of output. അപ്പോൾ ഐസോകോൺ മാപ്പ് കാണിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഐസോ പ്രോഡക്റ്റ് കർവ്സ്. ഈച്ച് ഐസോകോണ്ട് ഈസ് ഐസോകോൺ മാപ്പ് റെപ്രസെൻറ്റ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. A higher isocont shows higher level of output and lower isocont represent lower level of output. ഇവിടെ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. ഇവിടെ Q1, Q0, Q1 ആണ്. അപ്പോൾ Q1 കാണിക്കുന്ന ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ടും Q0 ലോവർ ലെവൽ ഓഫ് ഔട്ട്പുട്ടുമാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ടോട്ടൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റ് ഇസ് എ ടോട്ടൽ നമ്പർ ഓഫ് commodity produced during a given period by a given number of factors of production. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയബിൾ ഇൻപുട്ട്. നെക്സ്റ്റ് ഈസ് ആവറേജ് പ്രോഡക്റ്റ്. ആവറേജ് പ്രോഡക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. അതായത് AP ഈസ് ഈക്വൽ ടു TP ഡിവൈഡഡ് ബൈ N അല്ലെങ്കിൽ TP ഡിവൈഡഡ് ബൈ X1. Average product of a factor is the total product divided by number of units of factors. Marginal product is the change in the total product resulting from the use of one more it is the addition made to the total product through addition of one more variable input. മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ ഫിസിക്കൽ MP ഓർ MPP. മാർജിനൽ പ്രോഡക്റ്റ് ഓർ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അഡീഷൻ മെയ്ഡ് ടു ദി ടോട്ടൽ പ്രോഡക്റ്റ് ത്രൂ ദ അഡീഷൻ ഓഫ് വൺ മോർ വേരിയബിൾ ഇൻപുട്ട്. ഒരു വേരിയബിൾ ഇൻപുട്ടും കൂടി അഡീഷൻ കൂട്ടിക്കഴിയുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റിൽ വരുന്ന മാറ്റമാണ്. അതിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ TP ഡിവൈഡ് ബൈ ഡെൽറ്റ X1. അതല്ലെങ്കിൽ MP ഈസ് ഈക്വൽ ടു TPN മൈനസ് TPN-1. ഇനി വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വെരി ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത് so short, the period of time that is so short that the output cannot be adjusted with the change in demand. ഡിമാൻഡിൽ വരുന്ന മാറ്റം അനുസരിച്ച് ഇപ്പോൾ പ്രൊഡക്ഷനിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ഷോർട്ട് പീരീഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദി പീരീഡ് ഓഫ് ടൈം ഡ്യൂറിങ് വിച്ച് ഔട്ട്പുട്ട് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ ചേഞ്ചസ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയബിൾ ഫാക്ടർ. ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്?
is a period of time which output can be adjusted by changes the quantities of variable factor. Variable factorsile മാറ്റം വരുത്തി fixed factorsന് മാറ്റം വരുത്താതെ changes in the quantities of variable factor and not fixed factor. In other words, the scale of production is constant. ഷോർട്ട് പീരീഡിൽ വേരിയബിൾ ഫാക്ടേഴ്സിന് മാത്രം മാറ്റം വരുത്തി പ്രൊഡക്ഷൻ്റെ അളവ് കൂട്ടുന്നു. ലോങ് പീരീഡിലോ? ലോങ് period is defined as the period of time during which output can be adjusted by changing the quantities of variable and fixed factors. In other words, a firm is able to change the scale of production. Long periodile variable factors, fixed factors രണ്ടിലും മാറ്റം വരുത്തി പ്രൊഡക്ഷനിൽ മാറ്റം വരുത്തുന്നു. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓർ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓർ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. The law of variable proportion exhibits short-run production function in which one factor is variable and other factor is fixed. An extra unit of output can be obtained by applying a unit of variable factor which can be greater than, equal to or less than the output obtained by the previous unit. The law of variable proportion is also named as law of returns or law of variable factor or law of diminishing returns. അപ്പോൾ law of diminishing മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനിൽ 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇഫ് വി ഇൻക്രീസസ് ദി എമൗണ്ട് ഓഫ് വേരിയബിൾ ഇൻപുട്ട് കീപ്പിംഗ് അതർ ഇൻപുട്ട് കോൺസ്റ്റൻറ്റ്. ആഫ്റ്റർ റീച്ചിങ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ മാർജിനൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട്സ് ഫോളിംഗ്. ദിസ് ഇസ് കോൾഡ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ഓർ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ്. ഇത് നിങ്ങൾക്ക് ഗ്രാഫ് ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ വിച്ച് വൺ factor is variable and other factors are fixed. An extra unit of output can be obtained by applying a unit of variable factor which can be greater than, equal to, less than output obtained by previous unit. Law assumptions of the law of variable proportion. Assumptions. One factor is variable factor and other factors are fixed. It is impossible to change change in the factors of production. To make changes in the factors of production, no change in the techniques of production. All units of variable factors are homogeneous. It is impossible to make changes in all the factors of production. That means some factors are fixed. No changes in the techniques of production. All units of the variable factors are homogeneous. ഇനി സ്റ്റേജസ് ആണ് പറയുന്നത്. 3 stages of law of variable proportion. In the first stage increasing returns to scale. First stage increasing returns to scale. ഇവിടെ ടി പി, എ പി, എം പി എന്ന് പറയുന്ന 3 കർവ് നിങ്ങൾക്ക് കാണാം. ടി പി, എ പി, എം പി. അതേപോലെ ഇവിടെ കാണാം ഫിക്സഡ് ഫാക്ടർ, വേരിയബിൾ ഫാക്ടർ, പിന്നെ ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. ഇത് കാണാം. ഫിക്സഡ് ഫാക്ടർ എല്ലാം ഒന്നായിട്ടിരിക്കുന്നു. വേരിയബിൾ ഫാക്ടർ 0, 1, 2, 3 അങ്ങനെ ഓരോ യൂണിറ്റിൽ മാറ്റം വരുന്നുണ്ട്. ടോട്ടൽ പ്രോഡക്റ്റ് 0, 2, 6. ടോട്ടൽ പ്രോഡക്റ്റ് വേരിയബിൾ ഫാക്ടർ മാറുന്നതനുസരിച്ച് മാറുന്നുണ്ട്. ആവറേജ് പ്രോഡക്റ്റിലും മാറ്റം വരുന്നുണ്ട്, മാർജിനൽ പ്രോഡക്റ്റിലും മാറ്റം വരുന്നുണ്ട്. പക്ഷേ ആ വർധനവിന് വ്യത്യാസം ഉണ്ട്. ഇവിടെ ടോട്ടൽ പ്രോഡക്റ്റ് 0, 2, 6, 12, 16, പിന്നെ 18, 18 എന്ന് അതുപോലെ തന്നെ നിൽക്കുകയാണ്. പിന്നെ 14, 8 അങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ 16 വരെ കൂടിയിട്ട് പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് 18, 18 നിൽക്കുന്നു. പിന്നെ 14, 18 എന്ന് പറയുന്നത് കുറയുന്നു. ആവറേജ് പ്രോഡക്റ്റ് കൂടുന്നു, പക്ഷെ 4, 4 പിന്നെ കുറയുകയാണ്. മാർജിനൽ പ്രോഡക്റ്റ് 6 വരെ കൂടുന്നു, പിന്നെ കുറയുന്നു, പിന്നെ നെഗറ്റീവിലേക്ക് വരുന്നു. മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇത് ഫസ്റ്റ് സ്റ്റേജ് ടോട്ടൽ പ്രോഡക്റ്റ്
In the first stage, total product increase at an increasing rate and the average product increases. In the beginning of this stage, marginal product also increases, but after a point, it starts to decline. Average product continues to rise until the marginal product is greater than the average product. When marginal product become equal to average product, at this point, average product is maximum. The first stage ends since average product increases with the increase in the unit of variable factor. This stage is called the stage of increasing returns. അപ്പോൾ സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസിൻ്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ദറ്റ് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ആവറേജ് പ്രോഡക്റ്റോ ഇൻക്രീസിങ് ആൻഡ് at the end of first stage reaching the maximum. Marginal product increasing, reaching the maximum, then declining. അപ്പോൾ നിങ്ങൾക്ക് ഈ ടേബിൾ കണ്ടാൽ അറിയാം, ഇവിടെ 16 വരെയാണ് ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ടോട്ടൽ പ്രോഡക്റ്റ് 16 വരെ ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ ആവറേജ് പ്രോഡക്റ്റ് അവിടെ 16 എത്തിയപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. രണ്ട് സ്റ്റേജിൽ 4 എന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആവറേജ് പ്രോഡക്റ്റ് മാക്സിമത്തിലെത്തുന്നത് 4ലാണ്. അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് മാക്സിമത്തിലെത്തി. പിന്നെ ആവറേജ് പ്രോഡക്റ്റ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പിന്നെ അടുത്ത് ഇതിൽ നോക്കുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് 4ലേക്ക് കുറയുകയാണ് ചെയ്തത്. 6 4ലേക്ക് കുറഞ്ഞു. അപ്പോൾ 16 12 4 6 ടോട്ടൽ പ്രോഡക്റ്റ് 12-ലെത്തിയപ്പോൾ ആവറേജ് പ്രോഡക്റ്റ് മാർജിനൽ പ്രോഡക്റ്റ് മാക്സിമമായി പിന്നെ കുറയുന്നു. ആവറേജ് പ്രോഡക്റ്റ് 4-ലെത്തുന്നു, അതും 4 മാക്സിമാണ്, പിന്നെ കുറയുകയാണ്. പിന്നെ അടുത്ത സ്റ്റേജിലും അങ്ങനെ തന്നെ നിൽക്കുന്നു, പിന്നെ കുറയുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്. ഇൻക്രീസിങ് റിട്ടേൺസിൻ്റെ പ്രത്യേകതയാണ് എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ക്യാൻ ബി ഒബ്റ്റൈൻ ബൈ അപ്ലൈയിങ് എ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ വിച്ച് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ദി ഔട്ട്പുട്ട് ഒബ്റ്റൈൻ ബൈ പ്രീവിയസ് യൂണിറ്റ്. അതായത് മുൻപത്തെ യൂണിറ്റിനേക്കാൾ വിച്ച് ക്യാൻ ബി ഗ്രേറ്റർ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും, ഓർ ലെസ് ദാൻ ദി ഔട്ട്പുട്ട് ഒബ്റ്റൈൻ ബൈ പ്രീവിയസ് യൂണിറ്റ്. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഈസ് ഓൾസോ നെയിംഡ് as ലോ ഓഫ്. അപ്പോൾ സ്റ്റേജ് 1 ഇതാണ്. ഇനി സ്റ്റേജ് 2. സ്റ്റേജ് 2ൻ്റെ പ്രത്യേകത, സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടറാണ്. സ്റ്റേജ് 2 ഡിമിനിഷിങ് റിട്ടേൺസ്. ഡിമിനിഷിങ് റിട്ടേൺസ് ഇൻ ദിസ് സ്റ്റേജ് ദ ടോട്ടൽ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ടു ഇൻക്രീസ്. ടോട്ടൽ പ്രോഡക്റ്റ് കൂടുന്നു, ബട്ട് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ദിസ് സ്റ്റേജ് ഗോസ് ടു ദി പോയിൻറ്റ് വെൻ ടോട്ടൽ പ്രോഡക്റ്റ് റീച്ചസ് മാക്സിമം. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമത്തിലെത്തുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് 16ആണ്. മാർജിനൽ പ്രോഡക്റ്റ് become 0. In this stage, average product goes on diminishing but never become 0. അപ്പോൾ ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ് ദെൻ റീച്ചിങ് ദ മാക്സിമം. ആവറേജ് പ്രോഡക്റ്റ് AP cuts MP curve from below then declining. ഈ സെക്കൻഡ് സ്റ്റേജിൽ ആ മഞ്ഞ കളർ കർവും റോസ് കളർ കർവും പരസ്പരം കട്ട് ചെയ്യുന്നുണ്ടോ? അതായത് AP കർവ് AP cuts MP curve from below. AP കർവ് MP കർവിനെ താഴേന്ന് കട്ട് ചെയ്യുന്നു സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ MP കർവ് നോക്കിയാൽ MP curve ഡിക്ലൈനിങ് ആൻഡ് ബിക്കം 0. MP കർവ് എന്ന് പറയുന്നത് ആ മഞ്ഞ കളർ കർവാണ്. ആ മഞ്ഞ കളർ കർവ് 0യിലേക്ക് എത്തിയിട്ട് പിന്നെ താഴേക്ക് പോകുന്നു, അതായത് നെഗറ്റീവിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് സ്റ്റേജ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ. തേർഡ് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടറാണ്. തേർഡ് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ ടോട്ടൽ പ്രോഡക്റ്റ് ഡിക്ലൈനിങ് ബട്ട് നെവർ ബി 0 ഓർ നെഗറ്റീവ്. ടോട്ടൽ പ്രോഡക്റ്റ് കുറയുന്നുണ്ട്, പക്ഷേ 0 ആകുന്നില്ല, നെഗറ്റീവും ആകുന്നില്ല, അത് മുകളിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. AP കർവ് ഡിക്ലൈനിങ് ബട്ട് നെവർ ടു ബി 0 ഓർ നെഗറ്റീവ്. AP കർവ് 0യും നെഗറ്റീവ് ആകുന്നില്ല, പക്ഷേ MP കർവ് മൂന്നാമത്തെ സ്റ്റേജിൽ നെഗറ്റീവ് ആയി. ഇവിടെ MP കർവ് 0 ആയിരിക്കുന്ന പോയിൻ്റ്, അതിനുശേഷം 0 കഴിഞ്ഞിട്ട് പിന്നെ -4 -6 ആകുന്ന പോയിൻ്റ് നിങ്ങൾക്ക് കാണാം.
സീറോ മാർജിൻ പ്രോഡക്റ്റ് 0, അപ്പോൾ ആവറേജ് പ്രോഡക്റ്റ് 3, 2, 1, ടോട്ടൽ പ്രോഡക്റ്റ് 18, 14, 8 അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഇൻ ദി സ്റ്റേജ് ടോട്ടൽ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ടു ഇൻക്രീസ് ബട്ട് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. അവിടെ ടോട്ടൽ പ്രോഡക്റ്റ് കൂടുന്നുണ്ട് പക്ഷേ കുറഞ്ഞ നിരക്കിലാണ്. ദിസ് സ്റ്റേജ് ഗോസ് ടു എ പോയിൻറ്റ് വെൻ ടോട്ടൽ പ്രോഡക്റ്റ് റീച്ചസ് മാക്സിമം. ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമത്തിലേക്ക് എത്തുന്നു. ദ മാർജിൻ പ്രോഡക്റ്റ് അപ്പോൾ 0യിലേക്ക് എത്തുന്നു. മാർജിൻ പ്രോഡക്റ്റ് 0യിലേക്ക് എത്തി. ഇൻ ദി സ്റ്റേജ് ആവറേജ് പ്രോഡക്റ്റ് ഗോസ് ഓൺ ഡിമിനിഷിങ്. ആവറേജ് പ്രോഡക്റ്റ് കുറയുന്നു ബട്ട് നെവർ ബിക്കം 0. ആവറേജ് പ്രോഡക്റ്റ് 0 ആകുന്നില്ല. സിൻസ് ബോത്ത് ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിൻ പ്രോഡക്റ്റ് ഡിക്ലൈൻസ്, ദി സ്റ്റേജ് ഇസ് നോൺ ആസ് ദി സ്റ്റേജ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ ആണ്. ടോട്ടൽ പ്രോഡക്റ്റ് ആവറേജ് പ്രോഡക്റ്റും മാർജിൻ പ്രോഡക്റ്റും കൂടുകയാണ്. ഡിമിനിഷിങ് റിട്ടേണിലോ കൂടുന്നുണ്ട് പക്ഷേ ഇൻക്രീസിങ് അറ്റ് ഡിമിനിഷിങ് റേറ്റ്, പക്ഷേ മാർജിൻ പ്രോഡക്റ്റ് 0 ആകും. തേർഡ് സ്റ്റേജിലോ ടോട്ടൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ. ടോട്ടൽ പ്രോഡക്റ്റ് കുറയാൻ തുടങ്ങുകയാണ്. കണ്ട് 6, 7 അല്ല 18, 14, 16 എന്ന് പറയുന്ന ടോട്ടൽ പ്രോഡക്റ്റ് കുറയുന്നു. അപ്പോൾ തേർഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ ആൻഡ് മാർജിൻ പ്രോഡക്റ്റ് ബിക്കം നെഗറ്റീവ്. ആവറേജ് പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ടു ഫോൾ ബട്ട് നെവർ ബിക്കം 0. ആവറേജ് പ്രോഡക്റ്റ് 0 ആകുന്നില്ല പക്ഷേ കുറയുന്നുണ്ട്. ദിസ് സ്റ്റേജ് ഇസ് നോൺ എ സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്. അപ്പോൾ 3 സ്റ്റേജസ് ആണുള്ളത്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്ന് ഇൻക്രീസിങ് റിട്ടേൺസ്, ഡിമിനിഷിങ് റിട്ടേൺസ്, നെഗറ്റീവ് റിട്ടേൺസ്. അടുത്തത് അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നോക്കിക്കേ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ലോങ് റൺ വെൻ ഓൾ ഇൻപുട്സ് ആർ വേരിഡ് ഇൻ ദ സെയിം പ്രപ്പോർഷൻ ഇസ് കോൾഡ് റിട്ടേൺസ് ടു സ്കെയിൽ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലോ relation between quantities of output and scale of production in the long run when all inputs are varied. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് all inputs are varied. ഷോർട്ട് റണ്ണിലോ ഒരു ഇൻപുട്ട് വേരി ചെയ്തിട്ട് ബാക്കി ഫിക്സഡ് ആയിരുന്നു. ഇവിടെ all inputs are varied in the same proportion is called returns to scale. ഇതിന് പറയുന്ന പേരെന്താണ്? റിട്ടേൺസ് ടു സ്കെയിൽ. മറ്റേ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, അത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് പറയുന്നത് ഇത് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇനി ഇതിനും അതേപോലെ സ്റ്റേജസ് ഉണ്ട്. ഇതിൻ്റെ 3 സ്റ്റേജസ് ആണ്. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഇതിന് 3 സ്റ്റേജസ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ്, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ്, ഡിമിനിഷിങ് റിട്ടേൺസ്. അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺസ് എന്താണ്? When we increases the scale of production in a proportion that output also increase in the greater proportion. For example, if we increase input at the rate of 100%, then the total product will increase at the rate more than 100%. ഇപ്പോൾ 100% ഇൻപുട്ട് കൂട്ടുകയാണെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് 100%നേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാകും. ഇനി when we increase next is constant returns. When we increase the scale of production in a proportion, the output also increases in the same proportion. For example, if we double the input, then the total product will be double. അതായത് ഇൻപുട്ട് ഡബിൾ ചെയ്തു, ഔട്ട്പുട്ടും അതേപോലെ ഡബിൾ ചെയ്യും. മോർ ദാൻ പ്രൊപ്പോർഷനായിട്ടൊന്നും ഡബിൾ ചെയ്യില്ല. ഇവിടെ ഈക്വൽ ആയിട്ടായിരിക്കും ഡബിൾ ചെയ്യുന്നത്. Diminishing returns to scale of when we increase the scale of production in a proportion, the output also increases in the lesser proportion. For example, if we increases the input at a rate of 100%, അതായത് നമ്മൾ 100% ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് ലെസ് ദാൻ 100%. 100% കുറവായിട്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി റീസൺസ് for the operation of the law. The reason for the increasing returns to scale of production is economies of scale. Internal economies. Benefits obtained by the product due to their
ഇൻഡിവിജ്വൽ ഇഫോർട്ട്സ് ആർ നോൺ ആസ് ഇൻറ്റേർണൽ ഇക്കോണമീസ്. അതായത് ടെക്നിക്കൽ ഇക്കോണമീസ്, മാനേജറിയൽ ഇക്കണോമിക്സ്, ലേബർ ഇക്കണോമിക്സ്, മാർക്കറ്റിംഗ് ഇക്കണോമിക്സ്, ഫിനാൻഷ്യൽ ഇക്കണോമിക്സ്. എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്ന് പറയുന്ന ബെനിഫിറ്റ്സ് ഒബ്റ്റെയിൻഡ് ബൈ ദി പ്രൊഡ്യൂസേഴ്സ് നോട്ട് ഡ്യൂ ടു ദർ ഇൻഡിവിജ്വൽ എഫേർട്ട് ബട്ട് ഡ്യൂ ടു കളക്റ്റീവ് ഗ്രോത്ത് ഓഫ് എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ ഇൻഡസ്ട്രീസ് ആർ നോൺ ആസ് എക്സ്റ്റേണൽ ഇക്കോണമീസ്. എക്സാമ്പിൾ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, ഇൻഫർമേഷൻ ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ ഈ ഒരു ലോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? കാരണം ഇൻറ്റേർണൽ ഇക്കണോമിക്സ് ആൻഡ് എക്സ്റ്റേണൽ ഇക്കോണമീസ് ആണ്. ഇൻറ്റേർണൽ ഇക്കോണമീസ് എന്ന് പറയുന്നത് ആ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ ഇൻഡിവിജ്വൽ എഫേർട്ട് കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളാണ്. എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്ന് പറയുന്നത് അതൊരു കളക്റ്റീവ് എഫേർട്ടാണ്, ഇൻഡസ്ട്രിയുടെ കളക്റ്റീവ് എഫേർട്ട് കൊണ്ടുവരുന്നതാണ്. നെക്സ്റ്റ് ഈസ് കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. In economics, the Cobb-Douglas functional form of production function is widely used to represent the relationship between input and output. Cobb-Douglas production function എന്ന് പറയുന്ന form of production function is widely used to represent the relation between input and output. The simplest production function is Cobb-Douglas model. It has following form: Q is equal to B L ആൽഫ കെ ബീറ്റ. അപ്പോൾ ഇതിൽ ക്യൂ എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ, എൽ എന്ന് പറയുന്നത് ലേബർ ഇൻപുട്ട്, കെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻപുട്ട്, ബി എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി, ആൽഫ ആൻഡ് ബീറ്റ ആർ ദി ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എൽ ആൽഫ കെ ബീറ്റ. അതൊരു കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഉണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എൽ ആൽഫ കെ റേസ് ടു ബീറ്റ.